ഇപ്പൊ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് 30 രൂപയുടെ എന്തോ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് വെച്ച് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇവള് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ജാടയാണെന്ന്. ഇവൾക്ക് അന്ന് നിറയെ മുടിയാണെന്ന്. ഇപ്പോഴും ഞാൻ ഷൂട്ടിങ്ങിന് എവിടെയും പോകുമ്പോൾ അമ്മമാരൊക്കെ പറയും വൈഫ് നന്നായിരിക്കണം, അവരുടെ മുടി അങ്ങനെ കേട്ട് കേട്ട് എൻ്റെ മുടിയൊക്കെ പോയി. എന്നും പോകുമ്പോഴും അങ്ങനെ ചോദിക്കും. പിന്നെ ഭയങ്കര വ്യത്യാസം. പിന്നെ പ്രസവത്തിന് ശേഷം എനിക്ക് തോന്നുന്നത് ഉള്ള കുറച്ച് വണ്ണം വെച്ചു. അപ്പോൾ വെച്ചതിന് ശേഷമുള്ള വ്യത്യാസമുള്ളൂ. അപ്പം മുടിയും കുറേയൊക്കെ പലരും ചോദിക്കും, കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും. പക്ഷേ ഈ ഷാവട്ടൻ വന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നു. ഞാൻ അത്ര ഈ പറഞ്ഞ എനിക്ക് അല്ല, ചേച്ചി അത്യാവശ്യം അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ എല്ലാ തരത്തിലും ഞാൻ കഷ്ടപ്പെട്ടു. ഇവളൊക്കെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ കഷ്ടപ്പെട്ടു പോയാ. അതെ അതെ, അതാ പറഞ്ഞ. അതിലേക്ക് വരുന്നതിന് മുമ്പ് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബത്തിൽ ഒരുമിച്ച് കണ്ടു. അപ്പൊ അന്ന് കണ്ടപ്പോ നിങ്ങൾ പരിചയമില്ലാത്ത ആളാ വെച്ചിട്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് റെഡ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും. കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന അന്നത്തെ കൂളിംഗ് ഗ്ലാസ് അറിയാലോ. അന്ന് ഞാൻ സിനിമയിലൊന്നും ആയിട്ടില്ല. അങ്ങനെ ആ റെയ്വാൻ ഗ്ലാസും അല്ലല്ല.